നമുക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു ഇല്ല, മാതാവിനെ മുമ്പിൽ കണ്ടിട്ട് എന്നെ മുന്നോട്ട് വെക്കാൻ വേണ്ടി ആ ഫണ്ട് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വിസയുടെ ഡേറ്റ് എടുത്തത് മാതാവ് തന്നത്. മാതാവിൻ്റെ ചൊവ്വാഴ്ച ദിവസമാണ് എനിക്ക് ഡേറ്റ് തന്നത്. ഡേറ്റ് തന്നപ്പോഴും 5-ാം തീയതി ചേട്ടന് പൈസ കൊടുക്കണം. ഞങ്ങൾ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ബാങ്കിൽ പോയി തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കിടക്കണമായിരുന്നു. മാതാവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ഞാൻ എപ്പോഴും ഓഫ് ചെയ്തിടും. അതിന് 2 ദിവസം മുമ്പ് ഞാൻ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് വെറുതെ വന്നപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എവിടെ നിന്നറിയില്ല, അവർ ലിങ്ക് അയച്ചെന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ 1.5 ലക്ഷം രൂപ 1,15,000 രൂപ നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആയിട്ടുണ്ടെന്ന്. അത് IDFC ബാങ്കിൽ നിന്ന്. ഞാൻ ആകെ ഷോക്കായി പോയി. ഞങ്ങൾ ആകെ 2 ബാങ്കേ ഉള്ളൂ, ഞങ്ങൾക്ക് IDFC ബാങ്ക് ഞങ്ങൾക്കില്ല. അപ്പം ഞാൻ ഇത് ഇങ്ങനെ അവർ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞു അവർ പറഞ്ഞു സിബിലൊന്നും പ്രശ്നമല്ല, 10 മിനിറ്റിനുള്ളിൽ പൈസ ക്രെഡിറ്റ് ആവും, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരോട് ചോദിച്ചു ഞാൻ ലോൺ ഞാൻ IDFC ബാങ്കിൽ ഒന്നുമില്ല, പിന്നെ എനിക്ക് എങ്ങനെ ലോൺ പാസ്സായതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് അക്കൗണ്ടൊന്നുമില്ല ശരിയാണ്, പക്ഷേ നിങ്ങൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബേസിലാണ് ലോൺ പാസ്സായതെന്ന് പറയും. ശരിക്കും ആ സമയത്ത് ആ പൈസ മാതാവ് തന്നെ കൊണ്ടുതന്നാണ്. കാരണം അങ്ങനത്തെ ഒരു ബാങ്കായിട്ട് എനിക്ക് കോൺടാക്റ്റിൽ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് 1,15,000 രൂപ എനിക്ക് ക്രെഡിറ്റ് ആയി 10 മിനിറ്റിനുള്ളിൽ. പിന്നെ എനിക്ക് വേറെ പൈസ, എൻ്റെ വിസയുടെ പൈസ ചേട്ടന് കൊടുക്കാനുള്ള പൈസയൊക്കെ എനിക്ക് കിട്ടി. ഞാനതൊരു അരമണിക്കൂറിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിസ കൊടുത്തു കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഞാൻ വിസ കൊടുത്തത്. വിസ കൊടുത്തപ്പോൾ ഞാൻ പ്രയോറിറ്റി വിസ 7 ദിവസത്തിനുള്ളിൽ കിട്ടുള്ളൂ. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഞാൻ വിസയ്ക്ക് കൊടുക്കണേണ്. ഞാൻ ആ വിസയെ ഡോക്യുമെൻറ്റ്സും പാസ്പോർട്ടിലൊക്കെ മാതാവിൻ്റെ ഉപ്പിട്ടിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. എന്നിട്ട് വിസ കൊടുത്തപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 8-ാം തീയതി, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവ് എനിക്ക് ആ വിസ തന്നം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇതുപോലെ ഞങ്ങൾ ഒരു ഗ്യാങ്ങായിട്ടാണ് വിസയ്ക്ക് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 8-ാം തീയതി വൈകിട്ട് എനിക്ക് ഫോണിലോട്ട് മെയിൽ വന്ന് നിങ്ങളുടെ വിസ അപ്രൂവൽ ആയെന്നും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആർക്കും വിസ കിട്ടിയിട്ടില്ല. ചിലവർക്ക് പ്രോബ്ലം വന്നു, പേപ്പറിൻ്റെ പ്രോബ്ലം വന്നു, ചിലവർക്ക് കിട്ടിയില്ല. എനിക്ക് 4-ൻ്റെ അന്ന് മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനത് വിസ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി. അതായത് ചേട്ടൻ്റെ വിസ വെക്കണമായിരുന്നു. ചേട്ടൻ്റെ വിസ വെച്ച് എൻ്റെ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വിസ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കവിടെ 18-ാം തീയതി ക്ലാസ് തുടങ്ങും. അപ്പോൾ നമ്മൾ ഒക്ടോബർ 2-നുള്ളിൽ കയറിയാൽ മതി. അപ്പോൾ ചേട്ടൻ്റെ വിസ വെച്ച് ചേട്ടൻ്റെ വിസയും പ്രയോറിറ്റി വിസ വെച്ചെങ്കിലും നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കിട്ടുമെന്ന്. 2 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ 2 കൽപ്പിച്ച് സെപ്റ്റംബർ 27-ന് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ മമ്മി പറഞ്ഞു നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോ, അവനും കൂടെ ബുക്ക് ചെയ്തു, അവൻ എന്തായാലും കിട്ടും, മാതാവ് തന്നിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. 7-ൻ്റെ അന്ന് ചേട്ടൻ്റെ വിസ അപ്രൂവലായി. ഞങ്ങൾ നാളെ നൈറ്റ് UK പോണേണ്.